വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ നീതിക്കായുള്ള പോരാട്ടത്തിലാണ് വിഭജികയുടെ കുടുംബം. വിഭജികയുടെ അമ്മ ഇന്ന് ഷാർജയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ വിഭജികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ഇന്ന് തന്നെ ഷാർജയിൽ സംസ്കരിക്കാൻ ഭർത്താവ് നിതീഷിന്റെയും കുടുംബത്തിന്റെയും നീക്കമുണ്ട്. തിടുക്കത്തിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള നീക്കം തടയാൻ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് വിഭജികയുടെ കുടുംബം. നാട്ടിൽ തന്നെ മൃതദേഹം സംസ്കരിക്കണമെന്നും നിതീഷിന്റെ വീട്ടിലായാലും പ്രശ്നമില്ല എന്നും വിഭജികയുടെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട്. ഷാർജയിലെത്തിയ വിഭജികയുടെ അമ്മ UAE-യിലും നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അമ്മയുടെ വാക്കുകൾ കേൾക്കാം. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. ഇത് രണ്ടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. രണ്ടുപേരും ഒരുമിച്ചായാലും അവൻ്റെ വീട്ടിലായാലും നമുക്ക് കുഴപ്പമില്ല. എൻ്റെ രണ്ട് മക്കളെ അവൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും കുഴപ്പമില്ല. അതല്ല ഇനി അവന് രണ്ടിടത്ത് സംസ്കരിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, പെട്ടെന്നുള്ളൊരു നീക്കം അത് നിതീഷിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ രേഖകളൊക്കെ പ്രകാരം കുഞ്ഞിന്റെ അച്ഛനാണ്, സ്വാതന്ത്ര്യം എന്നുണ്ട്, അധികാരം എന്നുണ്ട്. എങ്കിൽ പോലും ഈ കേസിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് വിഭജികയുടെ കുടുംബത്തിന് കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുകിട്ടാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെ പോകുന്നു? പൂജ, ഇന്ന് രാവിലെയാണ് ഈ വിഭജികയുടെ അമ്മ ശൈലജ ഇവിടെ എത്തിയത്. അതിനുശേഷം അവർ ആദ്യം ചെയ്തത് ഷാർജയിലെ പബ്ലിക് പ്രോസിക്യൂഷനുമായി, കോടതിയുമായി ബന്ധപ്പെടുകയായിരുന്നു. അവരുടെ ആവശ്യവും അതോടൊപ്പം തന്നെ വിഭജിക അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും എല്ലാം അവർ കോടതിയിൽ പറഞ്ഞു. പക്ഷേ കോടതി അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയത്, പ്രോസിക്യൂഷൻ നിലപാട് വ്യക്തമാക്കിയത്, കുഞ്ഞിന്റെ വൈഭവിയുടെ പിതാവ് ഉണ്ടല്ലോ, അതുകൊണ്ട് വൈഭവിയുടെ പിതാവ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിക്കൂ, ഇന്ത്യൻ കോൺസുലേറ്റ് പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കൂ എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതനുസരിച്ച് ഇവർ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടു. ഇപ്പോൾ അല്പം മുൻപ് അറിയാൻ കഴിയുന്നത് ഇന്ത്യൻ കോൺസുലേറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംസ്കാര ചടങ്ങ് നടക്കുമെന്ന് പറഞ്ഞ ഷാർജയിലെ ക്രിമിറ്റോറിയത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുവന്ന് സംസ്കരിക്കുമെന്നാണ് നിതീഷിന്റെ കുടുംബം വിഭജികയുടെ കുടുംബത്തെ അറിയിച്ചിരുന്നത്. UAE സമയം 4 മണിയോടുകൂടി സംസ്കാരം ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. ഇവിടെ വരുമ്പോൾ നിതീഷുമായി അടുപ്പമുള്ള ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് നിതീഷിന്റെ കുടുംബത്തിന് കോൾ വന്നു. എന്നിട്ട് നിതീഷിനെ ഇപ്പോൾ അങ്ങോട്ട് കോൺസുലേറ്റിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവിടെ നടക്കുന്ന ചർച്ചകൾ ഉണ്ടാകും. അതിൽ നിതീഷ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു, കോൺസുലേറ്റ് എന്ത് പറയുന്നു, അതനുസരിച്ചായിരിക്കും ഇപ്പോൾ ഇനി ഈ കുഞ്ഞിന്റെ വൈഭവിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അക്കാര്യം തീരുമാനമാകാൻ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഭജികയുടെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് കഴിഞ്ഞാൽ അടുത്ത നടപടികളിലേക്ക് പോകുകയും, എന്തായാലും ആ രീതിയിൽ വിഭജികയുടെ കുടുംബവും നടപടികളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കാനുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത്. അതിനെതിരെ വിഭജികയുടെ കുടുംബവും നീങ്ങുന്നുണ്ട്.